സോ എന്താണ് പി എഫ്? ആക്ച്വലി പി എഫ് ഒരു സ്കാം ആണോ? ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ചിലരുടെ എങ്കിലും ഉള്ളിലുള്ളൊരു സംശയം. ഇപ്പൊ ഈ പി എഫ് നമ്മൾ കൊടുക്കുമെങ്കിലും പലർക്കും എന്തിനാണ് നമ്മൾ ഈ പി എഫ് കൊടുക്കുന്നത് എന്നുള്ളൊരു ധാരണയില്ലായ്മ പൊതുവേ നമ്മുടെ സമൂഹത്തിലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങട്ടെ. പി എഫ് എന്ന് പറയുന്നത് ഒരു സ്കാം ഒന്നുമല്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ലൂട്ട് ചെയ്യുന്നതുമല്ല. ഇനി പി എഫിന്റെ ഒരു കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടും കൂടെ നമ്മൾ ചിന്തിക്കണം. എന്താണ് പി എഫ് കോൺട്രിബ്യൂഷൻ? എത്ര രൂപ വരെ ഗവൺമെന്റിന് എടുക്കാം, അല്ലെങ്കിൽ എത്ര രൂപ വരെ കമ്പനീസ് എടുക്കാം, എത്ര രൂപ കമ്പനീസ് കോൺട്രിബ്യൂട്ട് ചെയ്യണം? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാത്താട്ടാ, ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. 12% കമ്പനിയും 12% എംപ്ലോയിയും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പി എഫിലേക്ക് നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പം ഈ 12% എന്ന് പറയുമ്പോഴത്തേക്കും എംപ്ലോയിയുടെ ഒരു ഫ്ലാറ്റ് 12% എടുക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഫ്ലാറ്റ് 12% എടുക്കും. ഇനി കമ്പനിയുടെ എടുക്കുന്ന ഒരു 12%ന്റെ ഒരു 8.3% നമ്മുടെ എംപ്ലോയീസ് പെൻഷൻ ഫണ്ടിലോട്ട് മാറും. ഓക്കെ, ഈ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന്റെ അകത്ത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടും ഉണ്ട്, എംപ്ലോയി പെൻഷൻ ഫണ്ടും ഉണ്ട്. അപ്പോൾ കുറച്ച് എംപ്ലോയി പെൻഷൻ ഫണ്ടിലേക്ക് മാറും, ബാക്കി പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് തന്നെ മാറും. ഞാൻ പറഞ്ഞ 8.3 കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് മാറും. അങ്ങനെ മൊത്തത്തിൽ 24% നമ്മുടെ ടോട്ടൽ വരുമാനത്തിന്റെ ഈ പറയുന്ന പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറുന്നത്.